അപ്പോൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലോട്ട് വെൽക്കം. അപ്പം ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു നേഴ്സ് ചെന്നു, നേഴ്സിന് കുറച്ച് പേഷ്യൻസിനെ അസൈൻ ചെയ്ത് കിട്ടി. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിനെയാണ് അവർക്ക് അസൈൻ ചെയ്ത് കിട്ടിയത്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ ഏത് പേഷ്യൻറ്റിനാണ് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് വരാൻ വേണ്ടി ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ റിസ്ക് കൂടുതലുള്ളത്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ആ 4 ഓപ്ഷൻസ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത് വായിച്ചിട്ട് കേട്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇതിൽ ഏത് പേഷ്യൻറ്റിനാണ് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് വരാൻ സാധ്യതയുള്ളതെന്ന്. ഓക്കെ, അപ്പം ഞാൻ ഇവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് വായിച്ച് കേൾപ്പിക്കാം. ഫസ്റ്റ്, ക്ലയൻറ്റ് വിത്ത് കൊളോസ്റ്റമി. Second, a client with congestive heart failure. Third, a client on long-term corticosteroid therapy. Fourth, a client receiving frequent wound irrigation. Okay, from colostomy, congestive heart failure, long-term corticosteroid therapy, last wound irrigation. Okay. അപ്പം ഫ്ലൂയിഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ബോഡിക്ക് ആവശ്യമുള്ള ഫ്ലൂയിഡ് അത്രയും കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഫ്ലൂയിഡ് ഡെഫിസിറ്റ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നതിൽ 3 കണ്ടീഷൻസിലും റിസ്ക് ഫ്ലൂയിഡ് വോളിയം എക്സസ് ആവാനാണ്. ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിന് സാധ്യതയുള്ളതുണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ കൊളോസ്റ്റമിയാണ്. ഓക്കെ, കൊളോസ്റ്റമിയിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ ബോഡിയിലോട്ട് പോകുന്ന ഫ്ലൂയിഡ് മുഴുവനും അബ്സോർബ് ചെയ്യാനുള്ളൊരു സാവകാശം ബോഡിക്ക് കിട്ടുന്നില്ല. അതിനു മുന്നേ കൊളോസ്റ്റമി ഉള്ള ഭാഗത്തൂടെ എന്താ പറയുക, നമ്മുടെ GI ട്രാക്കിലൂടെ കഴിക്കുന്ന അല്ലെങ്കിൽ അകത്ത് പോകുന്ന എല്ലാ സാധനങ്ങളും ഈ കൊളോസ്റ്റമിയിലൂടെ വെളിയിലോട്ട് വരും. അപ്പം അവർക്ക് ബോഡിയിൽ ആവശ്യമുള്ള ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യണമെങ്കിൽ കോളനിൽ നിന്നാണല്ലോ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മുഴുവനും പ്രോസസ്സ് നടക്കാനുള്ള ഒരു സമയം അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് റിസ്ക് ഉള്ളത്, അങ്ങനെ ഒരു ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് റിസ്ക് വരുന്നത് ഈ പറഞ്ഞ ഓപ്ഷനിൽ കൊളോസ്റ്റമിക്കാർക്കാണ്. അതുകൂടാതെ ഡയറിയ ഉള്ളവർക്ക്, വോമിറ്റിംഗ് ഉള്ളവർക്ക്, പിന്നെ ബ്രീത്തിങ്ങിൻ്റെ റേറ്റ് കൂട്ടുന്ന എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക്, അത് ബ്രീത്തിങ്ങിൻ്റെ റേറ്റ് കൂടുമ്പോൾ ഫ്ലൂയിഡ് എന്താ പറയുക, ഇൻസെൻസിബിൾ ഫ്ലൂയിഡ് ലോസ് വരും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉള്ളവർ, അതല്ലെങ്കിൽ എന്തെങ്കിലും കിഡ്നി പ്രോബ്ലമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ പേഷ്യൻ്റ് ശരീരത്തിൽ നിന്ന് വെള്ളം ഫ്ലൂയിഡ് പുറത്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് വരുന്നത്. ബാക്കി ഇവിടെ കൊടുത്തിരിക്കുന്ന 3 കണ്ടീഷൻസ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണെങ്കിലും കോർട്ടിക്കോസ്റ്റീറോയിഡ് തെറാപ്പി ആണെങ്കിലും വൂണ്ട് ഇറിഗേഷൻ ആണെങ്കിലും, ഈ 3 കാര്യങ്ങളിലും നോർമലി കാണുന്നത് ഫ്ലൂയിഡ് വോളിയം എക്സസ് ആണ് കേട്ടോ. അപ്പം എനിക്ക് റണ്ണിങ് നോസ് ആണ്, സോറി. അപ്പോൾ ഓക്കെ, ഫ്ലൂയിഡ് വോളിയം എക്സസ് ആണ് കാണപ്പെടുന്നത്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഓർത്തിരിക്കുക, ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റും ഫ്ലൂയിഡ് വോളിയം എക്സസും. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കാണാം.